എത്ര ദിവസമായി എന്നറിയാമോ ഞാൻ വീട്ടിന് വെളിയിറങ്ങിയിട്ട്. ആദ്യം തന്നെ പറയാനുള്ളത് തന്തയില്ലായ്മ തരം ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ്. നജില എന്ന സഹോദരിയെക്കുറിച്ചറിയില്ലേ? റബ്ബർ തോട്ടത്തിൽ പാലെടുത്തായിരുന്നു വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന നജില തൻ്റെ 3 മക്കളെ വളർത്തിയിരുന്നത്. ആയിടയിൽ നജില എന്ന ഈ പെൺകുട്ടിയുടെ മസ്റൂറ ഫാത്തിമ എന്നുള്ള യൂട്യൂബ് ചാനൽ ഇടയ്ക്ക് വൈറലാകുകയും ഇവരെ ഒട്ടേറെ കേരളത്തിലെ സന്മനസ്സുള്ള മലയാളികൾ ചേർത്ത് പിടിക്കുകയും അക്കാരണത്താൽ തന്നെ ഇവർക്കൊരു വീടാകുകയും ചെയ്തു. അതോടുകൂടി തുടങ്ങിയിരിക്കുന്നു പള്ളി സ്വദേശിയായ രാജമ്മ എന്ന് പറയുന്ന ഒരു കീടം. നിരന്തരം അവരുടെ ചാനൽ പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ നജില എന്ന സഹോദരിയുടെ പച്ച ഇറച്ചി കൊത്തി വരിച്ചാണ് അവർ റീച്ചുണ്ടാക്കുന്നത്. മറ്റൊരു വീഡിയോയും അവർ ചെയ്യുന്നില്ല. ഇടയ്ക്ക് 1-2 ചെയ്തെങ്കിലും ഒട്ടനേകം നജിലയെ ക്രൂശിക്കുന്ന വീഡിയോ ആണ് അതിൽ കാണുന്നത്. ഈ പന്ന ഭർത്താവില്ലാത്ത കഷ്ടതയിൽ കഴിയുന്ന ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. റബ്ബർ തോട്ടത്തിൽ നിന്ന് അന്യ യുവാവുമായി ഇവളെ പിടിച്ച് ജനങ്ങൾ കെട്ടിയിട്ടു നഗ്നയായി എന്ന്. അത് ഇവളോട് മറ്റൊരു യൂട്യൂബർ അഷ്കർ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമ വീഡിയോ ചെയ്യാൻ ഈ പന്നയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇല്ലാത്ത വചനം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഈ പാവം പെൺകുട്ടിക്കും അവളുടെ സഹോദരന്മാർക്കും ബാപ്പാക്കു വരേക്കും തന്നെ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ആണായ ഒരു നാറിയാണ് ഇവളെ കെട്ടിയെങ്കിൽ ഒരിക്കലും ആ ചെറ്റ ഇത്തരം പുഴുത്ത വാക്കുകൾ ആ നാവുകൊണ്ട് പറയില്ലായിരുന്നു. പ്രിയപ്പെട്ട നജില ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. കോടതിയിൽ പോയി ഇത് കേസാക്കുക. എന്നിട്ട് 10 ലക്ഷം രൂപയോളം തന്നെ നഷ്ടപരിഹാരം വാങ്ങുക. ഇതൊക്കെ മാത്രമല്ല, ഒട്ടേറെ സ്ത്രീകൾക്ക് അവിഹിതമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ തെണ്ടി. ഇതെല്ലാം ഇവളുടെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവൾ മറ്റുള്ളവരുടെ മേലെ ഇതൊക്കെ വെച്ച് ചാർത്തുന്നത്. മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ എന്തോ ആവട്ടെ വല്ലാഹി ഇട്ടിട്ട് പറഞ്ഞു. അഷ്കറൊക്കെ പറഞ്ഞു. അപ്പോൾ അഷ്കർക്കാനും ഇറങ്ങണം, മീൻ ഫാമിലി ഇറങ്ങണം, എല്ലാവരും ഇറങ്ങണം. സങ്കടപ്പെടണമല്ല, എൻ്റെ മക്കൾക്കൊരു ഭാവിയുള്ളതല്ല. കാക്കച്ചിക്ക് നാട്ടിൽ ഇറങ്ങാൻ പറ്റും, നടക്കുന്ന പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ള പെൺപിള്ളേർക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ തെളിവില്ലാതെ വീഡിയോ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞല്ലോ. എന്തിന് തെളിവില്ലാതാ അവർ പറഞ്ഞേക്കുന്ന? എന്തിനാണ് റബ്ബർ തോട്ടത്തിന് എന്തിനാണ് അവർ പറഞ്ഞിട്ടുന്നത്? അവളെ കൊണ്ട് മാപ്പ് പറയുന്നത് തെളിവില്ലാതെ എന്തൊരു വീഡിയോ? ഒരു പെണ്ണിനെ കുറിച്ചിട്ട് മാനത്തിന് കണക്ക് കുറഞ്ഞതാ? നിങ്ങൾ പറ, ഒരു പെണ്ണിനെ കുറിച്ച് മാനത്തിന് കണക്ക് കുറഞ്ഞതാ? അല്ലെങ്കിൽ അഷ്കർക്ക് അവളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അറിയാമോ, അഷ്കർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇവളെന്തിനാ പറഞ്ഞത്? പബ്ലിക്കിൽ പറഞ്ഞെന്തിനാ? അല്ലെങ്കിൽ ഇവക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാനല്ല നജില അഷ്കർ ഇങ്ങനെ പറഞ്ഞത്. എന്തിനാ പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞത്? അറിയില്ല. എനിക്ക് ഇനി ഇന്നിപ്പോ ഉമ്മയൊക്കെ ഇവിടെ വന്നിരുന്നു. ഇപ്പൊ ചോറ് തിന്നുണ്ടെന്ന് ലാസ്റ്റ് ചോറ് തിന്നാൻ പറ്റത്തില്ല, ആരോടും വിട്ടാൻ പറ്റത്തില്ല.